ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലോ ചാർട്ടിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി അൽഗോരിതം എന്താണെന്ന് കണ്ടു. ഫ്ലോ ചാർട്ട് എന്താണെന്ന് പറഞ്ഞാൽ അൽഗോരിതത്തിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഫ്ലോ ചാർട്ട്. അപ്പോൾ ഫ്ലോ ചാർട്ട് നമുക്ക് വേറൊരു ഡെഫിനേഷൻ പറഞ്ഞാൽ ഇറ്റ്സ് എ ഡയഗ്രാം ദാറ്റ് വിഷ്വലി റെപ്രസെൻറ്റ്സ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സോൾവിങ് എ പ്രോബ്ലം ഓർ ക്യാരിങ് ഔട്ട് എ പ്രോസസ്സ്. ഓക്കെ, അപ്പം നമുക്കതൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കിട്ടും. അൽഗോരിതത്തിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഏതൊക്കെ സ്റ്റെപ്സാണ് ഇത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ ഇത് ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമുക്കിതിൽ നിന്നും നമ്മുടെ പോസിബിൾ വേയ്സ് അലോങ് വിച്ച് ദ കൺട്രോൾ ക്യാൻ ഫ്ലോ നമുക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ കൺട്രോൾ, ആ പ്രോഗ്രാമിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെ വഴി കൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഡെഫിനീഷൻ, ദാറ്റ് ഈസ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം. ഒരു അൽഗോരിതത്തിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇത്. ഓക്കെ, ഇറ്റ് യൂസസ് മെനി ഗ്രാഫിക്കൽ സിമ്പിൾസ് ആൻഡ് ദിസ് ഈസ് മോർ അണ്ടർസ്റ്റാൻഡബിൾ. ഇപ്പം നമുക്ക് അൽഗോരിതം ആണെങ്കിൽ നമ്മളൊരു ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജിലാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് എഴുതുന്നത്. പക്ഷേ ഫ്ലോ ചാർട്ട് ആണെങ്കിൽ നമുക്ക് വളരെ ഈ ഗ്രാഫിക്കൽ സിമ്പിൾസ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൊല്യൂഷൻ നമുക്ക് വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും അൽഗോരിതത്തിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, നമുക്കിനി ഒരു ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫ്ലോ ചാർട്ട് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ സിമ്പിൾസ് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓക്കെ, ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്ന ഗ്രാഫിക്കൽ സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള സിമ്പിളാണിത്. ദാറ്റ് ഈസ് സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് സിമ്പിൾ. അപ്പോൾ ഇതാണ് ഫ്ലോ ചാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണിത്. ഒരു പാരലോഗ്രാമാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ. അതുപോലെ ഒരു പ്രോസസ്സിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ റെക്റ്റാങ്കുലർ ബോക്സിലാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്, ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ ഗ്രേറ്റർ ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഡയമണ്ട് ബോക്സിലാണ്. ഓക്കെ, പിന്നെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ നമുക്ക് ഇങ്ങനത്തെ ഇതിൽ കാണിക്കാൻ പറ്റും, ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ പോകുന്നത് എന്നുള്ളത് ആരോ മാർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് കണക്റ്റേഴ്സ്, ഇതധികം യൂസ് ചെയ്യുന്നില്ല. ഒരു ലോങ്ങർ ഫ്ലോ ചാർട്ടിൽ ഇതാണ് കണക്റ്റേഴ്സ്. നമുക്കൊരു ലോങ്ങർ ഫ്ലോ ചാർട്ടിന് നമുക്കിത് കണക്റ്റേഴ്സ് ആവശ്യം വരുന്നുണ്ട്. ഫ്ലോ ചാർട്ട് വളരെ വലുതാണെങ്കിലാണ് നമ്മൾ കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്.